താങ്ക് യു സിനു അവർ തേങ്ങാപ്പൂൾ ചുട്ടിട്ട് അത്ര ചെയ്യുന്നത് നല്ല മഴയാണ്. ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ നടക്കുന്നത് വേറെ എങ്ങോട്ടുമല്ല, ഞങ്ങൾ ഇന്നലെ ആങ്ങളൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ, വലിയ ആങ്ങളൻ്റെ വീട്ടിലായിരുന്നു. അവിടുന്ന് രാവിലെ 6 മണിക്ക് നീച്ചിട്ട് വരികയാണ്. കാരണം നമ്മളോട് കാവിപ്പേൻ്റെ നിലത്തടിച്ചതുകൊണ്ട് ചവിട്ടാൻ പറ്റൂല, 2 ദിവസത്തിന് അത് ഉണങ്ങാതെ ഇട്ടാ. അപ്പോൾ ഞങ്ങളിത് അവിടുന്ന് ഇങ്ങനെ രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ വരുന്ന വഴിയിൽ നല്ല മാങ്ങ വീണെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാങ്ങ നല്ലത് കിട്ടി. ഒക്കെ കിളിയാളും കണ്ണന്മാരൊക്കെ കൊത്തി വലിച്ച് ആകെ പൊട്ടി പൊളിഞ്ഞ് കിടക്കും കേട്ടോ. മാങ്ങകളൊക്കെ നിലത്ത് അതൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. ഇനി പിന്നെ മറ്റേ സംഭവം ഉണ്ടല്ലോ, എന്താണ് പറയുക, എന്താപ്പം അതിന് പറയാ പഠിച്ചോനെ, വവ്വാൽ, അതൊക്കെ കൊത്തിയിട്ടതൊക്കെയാണ് ഇട്ടത്. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. വീടിപ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാൻ. എനിക്ക് തോന്നുകയാണ് എന്ന് അറിയൂല, നിങ്ങൾക്ക് തോന്നുമോ എന്നൊക്കെ അറിയില്ല, എനിക്ക് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ടൊക്കെ തോന്നി. പിന്നെ മുറ്റത്തിൻ്റെ തിണ്ടിൻ്റെ 2 സൈഡിലൊക്കെ ഇങ്ങനെ ഇട്ടുകണത് വെച്ചാൽ ഇല്ല പൂച്ച ചവിട്ടിക്കണം കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ആരെങ്കിലും വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചവിട്ടി കയറണ്ട വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലെത്തി. ഇനി വേഗം ദോശ ചൂടുകയാണ്. പിന്നെ അതേപോലെ മുട്ട ചിക്കി പെനച്ചത്, മുട്ടയും ഉള്ളിയും കൂടെ ചിക്കിയിട്ട് അങ്ങനെയാണ് ഇട്ട് ഉണ്ടാക്കിയത്. അതും കൂട്ടിയിട്ട് ചായയൊക്കെ കുടിച്ചു. പിന്നെ വേഗം ഒന്ന് ഫ്രഷ് ആയതിൻ്റെ ശേഷം അടുത്ത പോക്കാണ്. ഇത് വേറെ കൊണ്ടുമല്ല പോകണം കേട്ടോ. രാവിലെ തന്നെ ഇറങ്ങിയിരിക്കണേ, പഞ്ചായത്തേക്കാണ് പോണത്. ഉമ്മാക്ക് പഞ്ചായത്തേക്കും പോകാനുണ്ട്. പഞ്ചായത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഉമ്മാൻ്റെ വീടുള്ളത്. അപ്പോൾ ഉമ്മാൻ്റെ ആങ്ങളൻ്റെ മോൻക്ക് ചെറിയ കുട്ടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബേബി ബോയ് ആണ്, അതിനെ കാണാനും കൂടെ അങ്ങനെ രാവിലെ തന്നെ അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ, ഒറ്റ പോക്കിൽ. ഇനിയിപ്പോൾ ആ കുട്ടീനെ കാണാനും അടുത്ത വണ്ടി വിളിച്ച് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അമ്പലം ഹോസ്പിറ്റലാണ്. നമ്മൾ അന്ന് ഐസുകുട്ടീനായിട്ട് വന്നിരുന്നില്ല, അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ് ഞാൻ പഠിച്ച സ്കൂള്. 5ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ സ്കൂളൊക്കെ ഇപ്പോൾ പൊളിച്ചിരിക്കണം കേട്ടോ, പുതിയ മാറ്റങ്ങളൊക്കെ വന്നിക്കണ്. അങ്ങനെയെന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ബസ്സിൽ കയറിയിട്ട് പോവാണ് കേട്ടോ. 10 മണിക്ക് ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് ഇവിടെ എത്തിക്കണം കേട്ടോ. ഓട്ടോ ഞങ്ങൾ ആദ്യം പീടിയൻ്റെ കടൻ്റെ അവിടെ കയറി നിന്നിട്ട് അവിടുന്ന് ഓട്ടോയിൽ കയറി എന്നിട്ട് കാടാമഴ സ്റ്റാൻഡിലെത്തി. അവിടുന്ന് പിന്നെ 10 മണിക്ക് ബസ് കയറി നിൽക്കുന്നത്, 10:30ക്കാണ് ബസ്സുള്ളത്. ആ ബസ്സിൽ അങ്ങനെ ഇരുന്നു കേട്ടോ, നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ആ ബസ്സിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇനി പോണ വഴിക്ക് നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോണ വഴിയൊക്കെ കാണും കേട്ടോ. അപ്പോൾ ഈ കടനോട് ചാരിയിട്ടുള്ള ഈ ഒരു റോഡാണ് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോണ റോഡ് കേട്ടോ. ഇനി നമ്മളിപ്പോൾ ഇനി പഞ്ചായത്തിൻ്റെ അതിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മാൻ്റെ വീട്ടിൻ്റെ ബാക്കിലേക്കാണ് എത്തുക, ബാക്കിൽ കൂടെ നമുക്ക് ഉമ്മാൻ്റെ വീട്ടിലേക്ക് എത്താം. അങ്ങനെ ഇത് ഹോസ്പിറ്റലാണ് കേട്ടോ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അങ്ങനെ അവിടെ എത്തി. പിന്നെ അത് അമ്മ പഞ്ചായത്തേക്ക് പോകണം. അവിടെ നിന്നപ്പോഴാണ് ഞാൻ ഇവിടെ പഞ്ചായത്തിൻ്റെ അടുത്ത് ലൈബ്രറി ഉള്ളത് ഞാൻ കണ്ടത് കേട്ടോ. കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കി, അതിൻ്റെ അവിടെ എത്താം. പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോകണം, നമ്മൾ പുതിയ കുട്ടിക്ക് ഡ്രസ്സ് വാങ്ങണമല്ലോ കുട്ടീനെ കാണാൻ പോകുമ്പോൾ. അപ്പോൾ അവിടെ തന്നെ ഉണ്ട് കേട്ടോ കട. അതിന് കടയ്ക്ക് പോവാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ തന്നെ ഞങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പുതിയ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും തരാത്ത എൻ്റെ കൂട്ടുകാരൊക്കെ ഇപ്പോൾ തന്നെ അതൊക്കെ ഒന്ന് തന്നോളിട്ടോ. അങ്ങനെ കടയിൽ കയറി. അപ്പോൾ ഞാനിതാ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്കൊരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ട് അത് തന്നെയാണ് ലാസ്റ്റ് എടുത്തത്. അതാ ഈ കാണുന്ന ഡ്രസ്സാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അതാണ് പിന്നെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാനെടുത്തത്. അങ്ങനെ അതെടുത്ത് അത് കഴിഞ്ഞപ്പോൾ ഉമ്മ കഴിഞ്ഞ പെരുന്നാൾക്ക് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ, മാക്സി ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഉമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടോ, ഇക്കൊരു മാക്സി കിട്ടിയെന്നെങ്കിൽ പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വേണം എന്നുള്ളത് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊരു മാക്സി ഇന്ന് അമ്മക്ക് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒരു മാക്സിയും വാങ്ങി. അങ്ങനെ നോക്കണുണ്ട്. അപ്പം അമ്മക്ക് ഫുൾ കൈയിൻ്റെ മാക്സിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് നോക്കുകയാണ്. പിന്നെ പെൺകുട്ടികളുടെ ഡ്രസ്സാണ്, എവിടെ പോയാലും നമ്മൾ നോക്കട്ടെ, ഞങ്ങൾക്ക് പെൺകുട്ടികളൊന്നുമില്ല എന്നിട്ട് നോക്കണതോ പെൺകുട്ടികളുടെ ഡ്രസ്സാണ്. പിന്നെ ഹൈസക്കുട്ടി എൻ്റെ കൂടെ ഇല്ല കേട്ടോ. ഓനിങ്ങനെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് രാവിലെ പോയിട്ട് വൈകിട്ടാണ് വരൽ. ഇപ്പം അങ്ങനെ 2 ദിവസമായിട്ട് ഓന് വിരുന്ന് പോയതാണ് കേട്ടോ. അപ്പാൻ്റെ വീട്ടിലേക്ക് പിന്നെ വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഏതായാലും സ്കൂളൊക്കെ തുറക്കോളല്ലേ, ഇനിയിപ്പോൾ ഇപ്രാവശ്യം ചേർത്തുകണമല്ലോ. അപ്പോൾ ഓനവിടെ നിൽക്കട്ടെ കുറച്ച് ദിവസം. സ്കൂൾക്ക് പോകാൻ തുടങ്ങിയാൽ പിന്നെ വീണ്ടും പോകാൻ പറ്റൂലല്ലോ. അങ്ങനെ ഇതാ മാക്സി നോക്കി. മറ്റാൾ അപ്പുറത്തെ കടയിൽ കുറേ ടോയ്സ് ഉണ്ട് കേട്ടോ. ഉമ്മിയെ ഇത് വാങ്ങിത്തരുമോ, എന്നെ ഉമ്മീന്നിട്ടാ വിളിച്ചാൽ. അങ്ങനെ അത് വാങ്ങിത്തരുമോ ഇത് വാങ്ങിത്തരുമോ എന്നൊക്കെ അങ്ങനെ പറയാണ് കേട്ടോ. അവിടെ പോയി നിന്നിട്ട് അത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്കൊരു ടോപ്പ് വാങ്ങിയിട്ട് 800 രൂപയ്ക്ക് ഒരു രസമുള്ള ടോപ്പ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പെരുന്നാൾക്ക് ഇടാൻ അതായിക്കോട്ടെ വിചാരിച്ചിട്ട് ഒരു ടോപ്പും വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതിക്കൊരു ഷാളും വാങ്ങിക്കണം. അങ്ങനെ പിന്നെ അവിടുന്ന് പിന്നെ ഒരു കടയിൽ നിന്ന് പഴം, അപ്പുറത്തുനിന്ന് ബൂസ്റ്റ് ഹോർലിക്സ് അങ്ങനെ എന്തോ ഒന്നാണ് വാങ്ങിയിട്ടുള്ളത്. അതും വാങ്ങിയിട്ട് ഞങ്ങളിതാ ഇങ്ങനെ നടക്കണ വഴിയിൽ ഇതാ ചെടികളൊക്കെ നമ്മളോട് കുറേ പോയിക്കണം കേട്ടോ. നല്ല വെയിലും പിന്നെ വെള്ളം നനക്കാതെ ഇരുന്നിട്ടൊക്കെ അങ്ങനെ ആയിട്ട്. അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ ചെടികളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെ ഉറയിലിടുന്നുണ്ട് കേട്ടോ. ഉറയിലല്ല, കയ്യിലാണ് പിടിച്ചത്. പിന്നെ അപ്പുറത്ത് ഇതാ ആ വീട്ടിൽ കുറേ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തെയ്യാളുണ്ട് കേട്ടോ, കായ പിടിച്ചിട്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. പണ്ട് ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് ഒരു പെരുന്നാളിന്, നല്ല ചെറിയ കുട്ടികളാണ് കേട്ടോ, പെരുന്നാളിന് വന്നപ്പോൾ
ഞങ്ങളെന്താ ചെയ്ത് അറിയോ, ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മക്കളുണ്ട്, പിന്നെ അതേപോലെ നമുക്ക് സയൂസ് ക്രിയേഷൻ ഉണ്ടല്ലോ, കമറു നമുക്ക് ഗിഫ്റ്റൊക്കെ തരുന്നേ, ഓളും ഉണ്ട് കേട്ടോ. ഓളും വന്നിക്കണേ ഞങ്ങളമ്മാൻ്റെ കൂടിക്ക് അന്ന്. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഓളെ കാക്കാൻ്റെ വൈഫിൻ്റെ വീടുണ്ട് കേട്ടോ, വട്ടപ്പാറ സ്കൂൾക്ക് പോണോടത്താണ് കേട്ടോ, മാറാക്കര അവിടെയാണ്. അപ്പോൾ അതിൻ്റെ പോണോടത്തൊരു വലിയ വീട് OKBക്കാരെ വീടുണ്ട്. അന്ന് നമ്മൾ വലിയ വീടൊക്കെ കാണുമ്പോൾ കൊട്ടാരം എന്നാണല്ലോ വിചാരിക്കുക. അവിടെ കൊട്ടാരം ഉണ്ട് എന്നൊക്കെ ഇവർ പറഞ്ഞപ്പോൾ നമുക്കത് കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ പെരുന്നാൾക്ക് വന്നിട്ട് ഇവരൊക്കെ പുതിയ ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് നല്ല ചൂടും പുകൻ്റെ ആളാണ് കേട്ടോ, വേഗം അങ്ങനെ കുത്തുന്ന ഡ്രസ്സൊക്കെ ഇട്ടാൽ ചൂട് എടുക്കും. അങ്ങനെ ഞാനൊരു ചെമ്മിയൊക്കെ എടുത്തിട്ട് എന്നിട്ട് ഇവർ ഇത്രയും ദൂരത്തേക്കാണ് പോകണമെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങൾ മാറാക്കര വരെ നടന്നിട്ടുണ്ട്. മാറാക്കരയല്ല, വട്ടപ്പറമ്പ് സ്കൂളിൻ്റെ ആണ് പോണോടത്താണത്. ഏകദേശം മരുന്നിഞ്ചിറ അങ്ങനെ എന്തോ ഭാഗമാണ് ആണ്ട് പറയാം. അവിടെ വരെ ഞങ്ങൾ നടന്ന് പോയിക്കണേ, ഏർക്കര ഭാഗത്ത് കിട്ടാം. എന്നിട്ട് ഞങ്ങൾ കാണാനായിട്ട് ഇവർ ഞങ്ങളെ തിരയാണ്, എങ്ങോട്ടാ കുട്ടികൾ പോയി എന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് കൊട്ടാരം കാണാൻ പോയതാണ് ഞങ്ങൾ ഇട്ടാ. എന്നിട്ട് ഞങ്ങൾ ഇവരെന്താ ചെയ്ത് അവിടെ നിന്ന് സയൂസ് ക്രിയേഷൻ്റെ ആളും ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളും നടന്ന് കുഴങ്ങിയിട്ട് ഓലെ വീട്ടിലെത്തിക്കണം കേട്ടോ. അവിടെ പെരുന്നാളിൻ്റെ പിറ്റേന്നായതുകൊണ്ട് തന്നെ അവിടെ കുറേ ആൾക്കാർ കൂടിയിട്ട് ഒരു ഫുഡ് കഴിക്കുകയാണ്. ഇവരെ കണ്ടപ്പോൾ ഞങ്ങൾ എന്താട്ടി, ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വലിയ മോനും ഉണ്ടായിരുന്നു, വലിയ മോനല്ല മൂന്നാമത്തെ മോനും ഞാനും ചെറിയ മോനും കൂടെ ഒറ്റ ഓട്ടം തിരിച്ച് ഇവരവിടെ ഇരുന്ന്. ഞങ്ങൾ തിരിച്ച് ഓടി വരുമ്പോൾ പൗതി വൈകിയെത്തിയപ്പോൾ ഞങ്ങളെ തിരഞ്ഞിട്ടുണ്ട് ഓട്ടോയിൽ ഇവലിങ്ങനെ വരുന്നത്. എന്നിട്ട് നല്ല അടിയൊക്കെ കിട്ടിയിട്ടാണ് ഞങ്ങൾക്ക്. മറ്റവർക്ക് എന്താട്ടി അടിയൊന്നും കിട്ടിയിട്ടില്ല, ഓർക്ക് കള്ളപ്പനിയൊക്കെ ഉണ്ടാക്കി ഓല്. എന്നിട്ട് അവർക്ക് അടിയൊന്നും കിട്ടിയില്ല കേട്ടോ. എന്നിട്ട് എപ്പോഴും ഞങ്ങൾ പറയലുണ്ട്, ഞാൻ പണ്ട് സെമീസ് ഇട്ടിട്ട് കൊട്ടാരം കാണാൻ പോയത്, സ്വർണ്ണ പൈസ കിട്ടും കൊട്ടാരത്തു നിന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിക്കണത് കേട്ടോ. അങ്ങനെ ഉമ്മാൻ്റെ വീട്ടിലെത്തി. അവിടുന്ന് ആദ്യം മുസമ്പി ജ്യൂസൊക്കെ കുടിച്ചു, കുട്ടികൾക്ക് മിഠായിയൊക്കെ തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് കുഞ്ഞുമുത്താത്താൻ്റെ കുട്ടിയാണ് കേട്ടോ, ഞങ്ങളെ 2 കുട്ടികൾ. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ. അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെ അടുത്തുണ്ട് അയൽവാസികൾ, ഓലെ വീട്ടിൽ പോയിട്ട്. അയൽവാസികൾ ഒരു കുടുംബം പോലെ തന്നെയാണ്. ഇത് മുസ്തഫാക്കാനെയും ഫോസിയത്താത്താനെയും വീടാണ്. അവിടെയൊക്കെ കയറി പിന്നെ അവിടുന്ന് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. വീട്ടിലെത്തിയിട്ട് ഇതാ ഉമ്മാക്ക് മരിച്ച വീട്ടിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ ഇവിടുത്തെ എളാപ്പാൻ്റെ എളിമാൻ്റെ ഉമ്മ മരിച്ചേക്കണം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയി ഉമ്മയും താത്തൊക്കെ. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ഇനി കോഴിക്കൂടൊക്കെ അടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഇന്നും കൂടെ പൊന്നൂൻ്റെ വീട്ടിൽ നിൽക്കണം കേട്ടോ. 2 ദിവസം ആണ് ഇത് ഉണങ്ങാനും ഓല് പറഞ്ഞിരിക്കണേ, ഉണങ്ങോ നോക്കാം നമുക്ക്. അപ്പോൾ കോഴിക്കൾ എന്താ കാട്ടണേ, ഞങ്ങൾ അവിടെ നിൽക്കണേ, അവിടെ തന്നെ നിൽക്കണം കേട്ടോ. മഴാണ്ട് പെയ്തു അതിൻ്റെ ഇടയ്ക്ക് കോഴിക്കൾ ഇതാ കയറി നിൽക്കണേ. ഇവർ മഹരിബ് ബാങ്ക് കൊടുക്കാതെ അതിൽ കയറുന്നൊക്കെ തോന്നുന്നില്ല. കുറച്ച് ഞങ്ങൾ അരിയൊക്കെ ഇട്ടെടുത്തു, എന്നിട്ടും ഇവർ കയറുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ മയത്തിരിക്കുമ്പോഴാണ് തോന്നിയത്, എലിയാളുണ്ട് ഇവിടെ, കുറച്ച് എലിക്കണിയിൽ എന്തെങ്കിലും ഉണക്കമീൻ എന്തെങ്കിലും വെച്ചെടുത്താലോ എന്നത് ഖദീജാത്താനോടൊന്ന് വീങ്ങി കൊടുത്തതാണ് കേട്ടോ ഞാൻ. അങ്ങനെ എലിക്കണിയൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കയറൂലെന്നൊന്നും അറിയൂല. അപ്പം തന്നെ നമ്മളോടൊക്കെ ഒരു വിരുന്നേര് വന്നു കേട്ടോ. കുഞ്ഞൂൻ്റെ അമ്മായിയാണ് വന്നത്. അങ്ങനെ ഓലെ വീട്ടിൽ നിക്കാഹ് ഉണ്ടായിരുന്നു കേട്ടോ, സിനുവിൻ്റെ ഓലെ അമ്മായിൻ്റെ മോളെ. അപ്പോൾ അവിടുന്ന് മിഠായിയായിട്ട് വന്നതാണ് കേട്ടോ അവർ. അങ്ങനെ ഇതാ മിഠായിയൊക്കെ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിച്ചു. കിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, അത് ഞങ്ങളെല്ലാവരും കൂടെ പൊട്ടിച്ചിട്ട് കഴിച്ചു കേട്ടോ. കുഞ്ഞിന് നല്ല സന്തോഷമായിക്കണം മിഠായിയൊക്കെ കണ്ടപ്പോൾ. മിഠായി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആ ഒരു ഉണ്ട മിഠായിയാണ് ഇട്ടെടുത്തത്. അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള മിഠായിയൊക്കെ കയ്യിൽ നിന്ന് എടുത്ത് അങ്ങനെ ബാക്കി ഞങ്ങൾ മിഠായി തിന്നിട്ട് ബാക്കി താത്താട് കൊണ്ടുപോയിട്ട് പിന്നെ അതേപോലെ മുസ്തഫാക്കാൻ്റെ വീട്ടിൽ പോയി എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. ഓരോടെ പോയപ്പോൾ ലേസ് നുറുക്കുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കുഞ്ഞിന് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതൊരു കവറിലിട്ടിട്ട് ഓന് തിന്നണ കണ്ടപ്പോൾ അത് കൊടുത്തിരുന്നു കേട്ടോ അവിടുന്ന്. അതും മിഠായിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ താത്താൻ്റെ വീട്ടിലേക്ക് കോഴിക്കൂടൊക്കെ അടിച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ ചെയ്തത്. ഒരു മഹരിബാങ്ക് കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഐസിൻ്റെ പുതിയ കുട കൊടുന്നതാണ് ഓൻ്റെ പപ്പ. അത് ഇവിടെ വെച്ച് പോയിക്കണം കേട്ടോ. ഓൻ ഇവിടെ ഇല്ല, ഓൻ വിരുന്ന് പോയതാണ് പറഞ്ഞല്ലോ പപ്പ അടുക്ക്. അങ്ങനെ അതൊക്കെ ചൂടിയിട്ട് ഞങ്ങളങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ ആ മാങ്ങൻ്റെ ചോട്ടിലെത്തിയപ്പോൾ അവിടുന്ന് മാങ്ങ 3 കിട്ടിയതല്ലേ വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പൊന്നൂൻ്റെ വീട്ടിലെത്തി. പിന്നെ ഞങ്ങൾ 3-4 ആൾ ഒറ്റക്ക് ഉണ്ടായിരുന്നിട്ടുള്ള വീട്ടിൽ. ഒരു വന്നപ്പോൾ കുറച്ച് നേരം അയക്കണം. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇത് ഞങ്ങൾ അസുലുമോന് ചെയ്തതാണ് കേട്ടോ. ഒരു വർക്ക് ഈ ഒരു മരത്തിൻ്റെ സംഭവം കണ്ട അതിൽ പുകയിക്കാൻ ഇടണതാണ് കേട്ടോ. പിന്നെ താത്തൊക്കെ വന്നു, ഒരു ചിക്കനൊക്കെ വാങ്ങിയിട്ട് അതിന് വന്നിരുന്നത്. അപ്പോൾ തേങ്ങാച്ചോറും അതേപോലെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളി അങ്ങനത്തെ ഒക്കെ കട്ട് ചെയ്തെടുത്തു. താത്ത തേങ്ങാച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണ്. ഞങ്ങളെ പൊന്നു ഫോണൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഓളെ കുറിച്ച് ബ്ലോഗുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ ഓള് വീഡിയോ എടുത്തതൊക്കെ കാണാം നിങ്ങൾക്ക്. അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ വീഡിയോ എടുക്കാനും അതിൽ നിൽക്കാനൊക്കെ നല്ല ഉഷാറാണ് ഓള്. അപ്പം ഞാനിതാ ഉള്ളിയൊക്കെ തൊലി പൊളിച്ചെടുക്കുകയാണ്. ഉള്ളിയരിയാണ് കേട്ടോ, തേങ്ങാ ചോറല്ല അത് ചിക്കൻ കറിക്കൊക്കെ. അപ്പോൾ ഗൈസ് ഇത് മാങ്ങ ഉപ്പിലിട്ടാണ്, ഉപ്പിലിട്ടതാണ്. വലിയ മാങ്ങ അങ്ങനെ ഇട്ട് ഇതാ ഇത് ചെറുത് മുറുക്കിയിട്ട് ഇട്ടതാണ്. ഇതാ മാങ്ങ ഉപ്പിലിട്ടത് ചെറിയത്, നല്ല ടേസ്റ്റായിട്ട് തിന്നാൻ. നല്ല പുളിയുണ്ട്.
അതും കണ്ടപ്പോൾ നേരെ സ്റ്റോർ റൂമിൽ നിന്ന് ഇറങ്ങട്ടെ നമുക്ക്. അപ്പോൾ ഇത് തേങ്ങാച്ചോറ് ഉണ്ടാക്കാം അമ്മായി. തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നു കാര്യം നമ്മൾക്ക് ഇതാ മൈലാഞ്ചി കെട്ടിക്കണ്. മറ്റാള് കണ്ണീർ കണ്ണീര് പോയിക്കണ്. ഉള്ളി കടല പീങ്ങിയത് ഞാൻ അമ്മായി കൊണ്ടുപോകും. അമ്മ ഇതാ കടല പീങ്ങിയത് തിന്നണേ എടുത്ത. അപ്പോൾ അതാ പൊന്നു എല്ലാവർക്കും കടല പിങ്ങിയത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബോളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഞാൻ ഇന്നലെ വന്നപ്പോൾ വിചാരിച്ചിരിക്കണം മാങ്ങ ഉപ്പിലിട്ടതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ പണിയെടുക്കണതിൻ്റെ പിന്നാലെ തന്നെ ഓള് ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. ഫോണിൽ പിന്നെ ചാർജ് ഉണ്ടായതുകൊണ്ട് ഭാഗ്യട്ടെ. ഇന്നലെ ഈ ടൈമിലൊന്നും ചാർജ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാ ഞാൻ ആ ഉപ്പിലിട്ട മാങ്ങക്കൊരു കൊള്ളിയൊക്കെ എടുത്ത് മെപ്പട കൊള്ളിയില്ലേ അതൊക്കെ എടുത്തിട്ട് കുത്തി എടുത്തിട്ട് തിന്നണുണ്ട്. നിറയെ ഉണ്ട് ഉപ്പിലിട്ട മാങ്ങ വരോടെ. നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല പാകയിക്കണം കേട്ടോ. പിന്നെ ഞാനതാ അതൊക്കെ പിടിത്ത് കഴിക്കുന്നുണ്ട്. എൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞിരിക്കണത് എന്താണെന്ന് പറഞ്ഞാൽ ഈ അമ്മ എന്നെ കാട്ടിയതാണ് കേട്ടോ. ഈ പൊന്നു ഓൾ എന്നെ മാന്തി പിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ. വേറെ ഒന്നല്ല കേട്ടോ, ഞാൻ ഉള്ളി അരിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം നിറഞ്ഞതാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് വലിയ ആങ്ങളൻ്റെ മോനും ഉണ്ട് കേട്ടോ. രണ്ടാളും കൂടെ ഉണ്ട്. ഒരു രണ്ടാളും ദർസിലാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ്. ബൈ ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.